നമസ്കാരം, ഞാൻ സെബി ജോർജ് തെക്കൂടൻ. ആദ്യം പ്രധാന വാർത്തകൾ. ബ്ലൂ സ്റ്റാർ ബ്രാൻഡഡ് ഷോറൂമിനൊപ്പം കിച്ചൺ അപ്ലയൻസുകളുമായി ആക്റ്റീവ് അറ്റ് ഹോം മൊബൈൽ ഫോൺ സെയിൽസ് ആൻഡ് സർവീസിംഗിനായി പ്രത്യേക വിഭാഗം. ആക്റ്റീവ് അറ്റ് ഹോം, NH പുതുക്കാട്. വീഥികളെ അമ്പാടിയാക്കി ശ്രീകൃഷ്ണ ജയന്തി ആഘോഷം. ഗ്രാമനഗര വ്യത്യാസങ്ങളില്ലാതെ വർണ്ണാഭമായ ശോഭയാത്രകളാണ് നാടെങ്ങും ഒരുക്കിയത്. തൃശൂരിൽ വീണ്ടും പോലീസിന്റെ ലഹരിവേട്ട. 103 ഗ്രാം MDMA-യുമായി യുവാക്കൾ പിടിയിൽ. പീച്ചി ഡാം തുറന്നുവിട്ടതോടെ കഴിഞ്ഞ മാസം നെന്മണിക്കര, ആമ്പല്ലൂർ, തൃക്കൂർ, പുതുക്കാട് എന്നിവിടങ്ങളിൽ ഉണ്ടായ പ്രളയം വീണ്ടും ഉണ്ടാകാതിരിക്കാൻ അധികൃതർ നടപടി സ്വീകരിക്കണമെന്ന് നെന്മണിക്കര സ്വരാജ് ദർശനവേദി ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ ആവശ്യപ്പെട്ടു. PKS നന്ദിപുരം ലോക്കൽ സമ്മേളനം സംഘടിപ്പിച്ചു. ജില്ലാ കമ്മിറ്റി അംഗം മിനി രാമകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. വാർത്തകൾ വിശദമായി. വീഥികളെ അമ്പാടിയാക്കി ശ്രീകൃഷ്ണ ജയന്തി ആഘോഷം. വിവിധ ബാലഗോകുലങ്ങളുടെ ആഭിമുഖ്യത്തിൽ നാട് മുഴുവൻ വർണ്ണശബളമായ ശോഭയാത്ര സംഘടിപ്പിച്ചു. കൃഷ്ണന്റെയും രാധയുടെയും വേഷം ധരിച്ച കുട്ടികളും ദ്വാപര യുഗത്തിന്റെ പ്രതീതി ഉണർത്തുന്ന നിശ്ചല ദൃശ്യങ്ങളും ഉറിയടി, കോൽക്കളി, കാവടിക്കളി, ഗോപികാ നൃത്തം തുടങ്ങിയവയും ഘോഷയാത്രയ്ക്ക് മിഴിവേകി. ഗ്രാമനഗര വ്യത്യാസങ്ങളില്ലാതെ വർണ്ണാഭമായ ശ്രീകൃഷ്ണ ജയന്തി ആഘോഷങ്ങളാണ് നാടെങ്ങും ഒരുക്കിയത്. വിവിധ ശ്രീകൃഷ്ണ ക്ഷേത്രങ്ങളിൽ വിശേഷാൽ പൂജകൾ നടന്നു. ഇവിടങ്ങളിൽ വലിയ ഭക്തജന തിരക്കുകളാണ് ഉണ്ടായത്. അഷ്ടമി രോഹിണി ദിനത്തിൽ ഓടക്കുള്ളേന്തിയ ബാലഗോപാലന്മാരും പീലിക്കണ്ണെഴുതിയ ഗോപികമാരും പൂരനഗരിയിൽ നിറഞ്ഞാടി. ശ്രീകൃഷ്ണാവതാര ലക്ഷ്യവും ഐതിഹ്യ കഥകളും വിളിച്ചോതിയ നിശ്ചല ദൃശ്യങ്ങളുടെ അകമ്പടിയോടെ ശോഭയാത്രകൾ ശ്രീകൃഷ്ണ ജയന്തിയുടെ മാറ്റുകൂട്ടി. പിഞ്ചു കണ്ണൻ മുതൽ ഉറിയടിയോടെ മുന്നേറിയ ഗോപികമാർ വരെ തൃശൂരിലെ ശോഭയാത്രയിൽ സംഗമിച്ചു. ആമ്പല്ലൂർ മേഖലയിൽ വിവിധയിടങ്ങളിൽ നടന്ന ശോഭയാത്രകളുടെ ദൃശ്യങ്ങൾ കാണാം. അഷ്ടമി രോഹിണി ദിനത്തിൽ കല്ലൂരിലെ വിവിധയിടങ്ങളിലും വർണ്ണശബളമായ ശോഭയാത്ര നടത്തി. അമ്പാടി കണ്ണനായും ഗോപികയും രാധയും ഗോപന്മാരുമായി കുരുന്നുകൾ അണിചേർന്നു. ഉറിയടി മത്സരവും പരിപാടിയോടനുബന്ധിച്ച് ഒരുക്കിയിരുന്നു. പുതുക്കാട് വടക്കേത്തുറവ്, തെക്കേത്തുറവ് എന്നിവിടങ്ങളിലും ശോഭയാത്രകൾ നടത്തി. ശ്രീകൃഷ്ണ ജയന്തിയുടെ ഭാഗമായി കോടാലി മേഖലയിലെ വിവിധയിടങ്ങളിൽ മഹാശോഭയാത്ര സംഘടിപ്പിച്ചു.
ശ്രീകൃഷ്ണ ജയന്തിയുടെ ഭാഗമായി വെട്ടുകാട് ബാലഗോകുലത്തിന്റെ നേതൃത്വത്തിൽ ശോഭയാത്ര സംഘടിപ്പിച്ചു. കേരള പഴനി ചോച്ചേരിക്കുന്ന്, പൊന്നുക്കര സെന്റർ, ചന്ദനക്കുന്ന് ശ്രീ വനദുർഗ ക്ഷേത്രം, ഏഴാങ്കൽ എന്നിവിടങ്ങളിൽ നിന്ന് ആരംഭിച്ചു. പീച്ചി ഡാം തുറന്നുവിട്ടതോടെ കഴിഞ്ഞ മാസം നെന്മണിക്കര, ആമ്പല്ലൂർ, തൃക്കൂർ, പുതുക്കാട് എന്നിവിടങ്ങളിൽ ഉണ്ടായ പ്രളയം വീണ്ടും ഉണ്ടാകാതിരിക്കാൻ അധികൃതർ നടപടി സ്വീകരിക്കണമെന്ന് നെന്മണിക്കര സ്വരാജ് ദർശനവേദി ഭാരവാഹികൾ പുതുക്കാട് വാർത്താ സമ്മേളനത്തിൽ ആവശ്യപ്പെട്ടു. തുലക്കാട്ടുകരയിലുള്ള തൃക്കൂർ റെഗുലേറ്റർ, എറവക്കാടുള്ള ഓടഞ്ചിറ റെഗുലേറ്റർ എന്നിവയിൽ മരങ്ങളും മറ്റും അടിഞ്ഞുകൂടിയതാണ് മണലിപ്പുഴ ഗതി മാറിയൊഴുകി നെന്മണിക്കര പഞ്ചായത്തിൽ വെള്ളപ്പൊക്കം ബാധിക്കാൻ കാരണമെന്നും 2018 മുതൽ ഈ പ്രദേശത്ത് പ്രളയഭീഷണി നിലനിൽക്കുന്നുവെന്നും ഇതുമൂലം പ്രദേശവാസികൾ, കർഷകർ, വ്യാപാരി, വ്യവസായികൾ എന്നിവർക്ക് കടുത്ത ദുരിതമാണുണ്ടായതെന്നും ഭാരവാഹികൾ പറഞ്ഞു. ഇക്കാര്യങ്ങൾ പരിഹരിക്കുന്നതിനായി പീച്ചി റിസർവോയറിൽ അടിഞ്ഞുകൂടിയ മണ്ണ് നീക്കം ചെയ്ത് സംഭരണശേഷി വർദ്ധിപ്പിക്കുക, സുരക്ഷിതമായ അളവിൽ മാത്രം വെള്ളം സംഭരിക്കുവാൻ അനുവദിക്കുക, മണലിപ്പാലത്തിന്റെ അടിയിലും ഹൈവേയിൽ ടോൾ പ്ലാസയ്ക്ക് തെക്ക് വശത്തുള്ള പാലത്തിന്റെ അടിയിലുള്ള തടസ്സങ്ങളും നീക്കുക തുടങ്ങി വിവിധ നിർദ്ദേശങ്ങളും സ്വരാജ് ദർശനവേദി ഭാരവാഹികൾ മുന്നോട്ട് വച്ചു. സ്വരാജ് ദർശൻ വേദി പ്രസിഡന്റ് സുരേഷ് കുണ്ടേപ്പറമ്പിൽ, സെക്രട്ടറി ജോൺസൺ ആലപ്പാട്ട്, ജോയിന്റ് സെക്രട്ടറി ജയനാഥൻ പൊട്ടയിൽ, ട്രഷറർ അലക്സാണ്ടർ തട്ടിൽ കുപ്പയിൽ എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. നമ്മൾ പീച്ചി ഡാമിന്റെ അവിടുത്തെ സംഭരണിയിൽ നിന്ന് വെള്ളം വിടുന്നതുമായി ബന്ധപ്പെട്ട് മണലിപ്പുഴയുമായി ബന്ധപ്പെട്ടുള്ള മേഖലകളിൽ ശക്തമായ പ്രളയം വരുന്നുണ്ട്. 2018, 19, ഇപ്പോൾ 2024 അതേ അനുഭവമാണ്. അതിന് അവിടുത്തെ താമസക്കാർ, നെന്മണിക്കര പഞ്ചായത്ത്, തൃക്കൂർ പഞ്ചായത്ത്, അളഗപ്പ, പുതുക്കാട്, പിന്നെ അതിൻ്റെ അപ്പുറത്ത് പല മേഖലകളിലും ഈ വെള്ളം വിടുന്നത് കൊണ്ടുള്ള പ്രതിസന്ധി രൂക്ഷമാണ്. പാലക്കാട് ഓടഞ്ചിറ ഷട്ടറിൻ്റെ അവിടെ ഈ മഴയ്ക്ക് മുന്നേ ഹിറ്റാച്ച് കൊണ്ടുവന്ന് എല്ലാം ക്ലിയർ ആക്കിയതാണ്. ഇപ്പോൾ മഴ കഴിഞ്ഞപ്പോൾ ഇപ്പോൾ 5 അടി ഉയരത്തിൽ മണ്ണ് ഈ പുഴയുടെ തെക്കേ സൈഡിൽ, നെന്മണിക്കര പഞ്ചായത്ത് അതിർത്തിയിൽ തന്നെ തെക്കേ സൈഡിൽ 5 അടി ഉയരത്തിൽ മണ്ണ് നീക്കുകയാണ്. ഈ മണ്ണുകൾ നീക്കം ചെയ്യാതെ പിന്നെയും ഉയർന്നു പോയിക്കൊണ്ടിരിക്കുക. അപ്പോൾ എറവക്കാട് ഓടഞ്ചിറ ഷട്ടർ മുതൽ ഇങ്ങോട്ട് മേലോട്ട് എല്ലാ ഭാഗവും ക്ലിയർ ആക്കിയിട്ട് പുഴ ക്ലിയർ ആക്കിയിട്ട് പുഴയുടെ 2 സൈഡും ബണ്ട് ഉയർത്തി കഴിഞ്ഞാലാണ് റെഗുലേറ്റർ മറ്റൊരു റെഗുലേറ്റർ പ്രോപ്പർ സമയത്ത് ഇത് തുറക്കാൻ പറ്റാവുന്ന സ്ഥിതി ഉണ്ടാവണം. ചിലപ്പോൾ വെള്ളപ്പൊക്കം വരുമ്പോൾ ഷട്ടർ പൊന്തില്ല, അതിൻ്റെ അടിയിൽ വെള്ളം, മരങ്ങളും മറ്റു സാധനങ്ങളും വന്ന് നിന്ന് വെള്ളത്തിൻ്റെ ഒഴുക്ക് തടസ്സപ്പെടുന്നതുകൊണ്ട് പെട്ടെന്ന് വെള്ളം ഇരുകരകളിലേക്കും കവിഞ്ഞൊഴുകുന്ന സ്ഥിതി. ഇപ്രാവശ്യം തന്നെ ഓടഞ്ചിറ ഷട്ടർ കൃത്യസമയത്ത് പ്രോപ്പറായിട്ട് തുറക്കാൻ പറ്റിയില്ല, ഉണ്ടായിട്ടുണ്ട്. മഴ വരുന്നതിന് മുന്നേ തന്നെ നമ്മുടെ സൈഡിലത്തെ റോഡുകളുടെ ചാലുകളും നീർച്ചാലുകളും എല്ലാ ചാലുകളും ഒന്ന് ക്ലിയർ ആക്കിയാൽ കുറച്ചൊക്കെ നമുക്കതിൽ വെള്ളം ഒഴുകി പോകാൻ സാധിക്കും. ഇത് മഴ പെയ്ത് കഴിഞ്ഞ് വെള്ളപ്പൊക്കം കഴിയുമ്പോഴാണ് ഈ പഞ്ചായത്ത് അധികാരികളായാലും മുകളിലത്തെ ഉദ്യോഗസ്ഥരായാലും അതിനെപ്പറ്റി ശ്രദ്ധിക്കുന്നത്. ഇത് ശരിക്കും പറയുകയാണെങ്കിൽ ജനങ്ങളുടെ പാരമ്പര്യ രുചിക്കൂട്ടുകളുമായി പുതുക്കാടിന്റെ രുചിയിടങ്ങളിൽ ചേക്കേറിയ ചിപ്സ് കോർണർ ഫുഡ് കോർട്ട് ബേക്കിംഗ് രംഗത്തേക്കും ചുവടുവെച്ചു. പുതുക്കാട് സെന്ററിൽ പ്രവർത്തിച്ചു വരുന്ന ചിപ്സ് കോർണറിൽ ആരംഭിച്ച കേക്ക്സ് ആൻഡ് പേസ്ട്രീസ് വിഭാഗം ടി.ജെ. സനീഷ് കുമാർ എം.എൽ.എ. ഉദ്ഘാടനം ചെയ്തു. പുതുക്കാട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ.എം. ബാബുരാജ് അധ്യക്ഷത വഹിച്ചു. പഞ്ചായത്ത് സ്ഥിരസമിതി അധ്യക്ഷൻ സെബി കൊടിയൻ മുഖ്യാതിഥിയായി പങ്കെടുത്തു. നന്മ ചിപ്സ് കോർണർ പ്രൈവറ്റ് ലിമിറ്റഡിന്റെ സംരംഭമാണിത്. ആഘോഷങ്ങൾ മധുരന്തരമാക്കാൻ പുതുക്കാട് സെന്ററിലെ ചിപ്സ് കോർണർ കൂടുതൽ വിഭവങ്ങളുമായാണ് എത്തിയിരിക്കുന്നത്. എല്ലാ തരം ആഘോഷങ്ങൾക്കും അനുയോജ്യമായ പ്രീമിയം കേക്കുകളുടെ ബ്രാൻഡായ ഇലോയുടെയും മറ്റ് ബേക്കറി വിഭവങ്ങളുടെയും സിറ്റി ബേക്കേഴ്സിന്റെയും ബ്രാൻഡായ സെലിബ്രേഷൻസിന്റെയും കലവറ തന്നെയാണ് ഒരുക്കിയിട്ടുള്ളത്. വിവാഹം, മറ്റു വിശേഷാവസരങ്ങൾക്കുള്ള പലഹാരങ്ങളുടെയും കേക്കുകളുടെയും ഓർഡറുകൾ സ്വീകരിക്കുന്നതാണ്. നമുക്കറിയാം, 2 സ്ഥാപനങ്ങൾ തൊട്ടടുത്ത് നാഷണൽ ഹൈവേയോട് ചേർന്ന്
നിൽക്കുമ്പോൾ ജനങ്ങൾ ഇതിലെ സഞ്ചരിക്കുന്ന ആളുകളൊക്കെ ഇതിൻ്റെ ഗുണമേന്മ മാത്രം മനസ്സിലാക്കിക്കൊണ്ട് വളരെ നല്ല രീതിയിൽ ഒരു ടിഫിൻ കഴിക്കണമെങ്കിലോ അതുപോലെ തന്നെ ചായയോ കാപ്പിയോ ഒക്കെ കഴിക്കാനായിട്ട് തിങ്ങി നിറഞ്ഞു നിൽക്കുന്ന ഒരു അസാധാരണമായിട്ടുള്ള ഒരു രംഗം നമുക്കിപ്പോൾ ഇതിൽ സഞ്ചരിക്കുന്ന ആളുകൾക്ക് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ചിപ്സ് കോർണർ എന്ന് പറയുന്ന ഒരു സ്ഥാപനം പുതുക്കാട് ആരംഭിച്ച് ഈ ചുരുങ്ങിയ കാലം കൊണ്ട് ജനങ്ങളുടെ ഒരു വിശ്വാസ്യത ആർജിക്കാനായിട്ട് ഗുണമേന്മയുള്ള ചായയും അതുപോലെ സ്നാക്സും ഒക്കെ കൊടുത്തുകൊണ്ട് ഈ നാടിൻ്റെ മാത്രമല്ല ഈ ദേശീയപാതയിലൂടെ കടന്നു പോകുന്ന നിരവധി ആളുകളുടെ ഒരു ഹബ്ബാക്കി മാറ്റാനായിട്ട് ചിപ്സ് കോർണറിന് കഴിഞ്ഞു. ഇന്ന് നമുക്കറിയാം, ഈ എയർപോർട്ടിൽ പോണ ആളുകളായാലും ഇതിലെ യാത്ര ചെയ്യുന്ന ഒട്ടേറെ ആളുകൾ ചിപ്സ് കോർണർ അന്വേഷിച്ച് ഒരു പ്രാവശ്യം ഇവിടെ ഇറങ്ങി ചായ കുടിക്കാനും ചിപ്സ് വാങ്ങാനൊക്കെ വരുമ്പോൾ പിന്നീട് ഈ ചിപ്സ് കോർണർ ഇതിലെ വഴി തെറ്റി പോകുമ്പോൾ തിരിച്ച് വരുന്ന കാഴ്ച പലപ്പോഴും കാണാറുണ്ട്. 8 വർഷങ്ങൾക്ക് മുൻപ് ഒരു ചിപ്സ് കോർണർ എന്നൊരു സ്ഥാപനമായി നമ്മൾ ഒരു പുതിയ ആശയമായി മുന്നോട്ട് വന്നപ്പോൾ അന്ന് പുതുക്കാട് പഞ്ചായത്തിൻ്റെ പ്രസിഡന്റ് എന്നല്ല ബാബുരാജേട്ടൻ, ഏറ്റവും ഇവിടുത്തെ പൊതുപ്രവർത്തന രംഗത്ത് സജീവമായി നിൽക്കുന്ന ബാബുരാജേട്ടൻ അടക്കമുള്ളവർ ഈ ചിപ്സ് കോർണറിനെ സ്വന്തം സ്ഥാപനം പോലെയാണ് ഏറ്റെടുത്തത്. അതിൻ്റെ വിജയമാണ് ഞങ്ങൾ ഇന്ന് ആഘോഷിക്കുന്നത്. പുതുപുത്തൻ രുചിക്കൂട്ടുകളുമായി ചിപ്സ് കോർണർ ഫുഡ് കോർട്ട്, പോസ്റ്റ് ഓഫീസിന് സമീപം, പുതുക്കാട്. ഫോൺ നമ്പർ 048020817994. മറ്റൊരു ഫോൺ നമ്പർ 8111800163. കൊടകര ബ്ലോക്ക് പഞ്ചായത്തിന്റെ സംരംഭമായ കർമ്മനീതി ലാബ് മറ്റത്തൂർ പഞ്ചായത്തിലെ അവിട്ടപ്പള്ളിയിൽ പ്രവർത്തനം ആരംഭിച്ചു. ആവിട്ടപ്പള്ളി GLP സ്കൂളിന് സമീപം KJ ബിൽഡിംഗിലാണ് ലാബ് ആരംഭിച്ചത്. KK രാമചന്ദ്രൻ MLA ഉദ്ഘാടനം ചെയ്തു. കൊടകര ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് MR രഞ്ജിത്ത് അധ്യക്ഷത വഹിച്ചു. ജില്ലാ പഞ്ചായത്ത് അംഗം ജനീഷ് P. ജോസ് മുഖ്യാതിഥിയായിരുന്നു. കൊടകര ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഷീല മനോഹരൻ, ആരോഗ്യ വിദ്യാഭ്യാസ സ്ഥിരം സമിതി അധ്യക്ഷൻ സജിത രജീവൻ, ക്ഷേമകാര്യ സ്ഥിരം സമിതി അധ്യക്ഷ ടെസി ഫ്രാൻസിസ്, ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങളായ മിനി ഡെന്നി പാനോക്കാരൻ, TK അസൈൻ, EK സദാശിവൻ, ഷീല ജോർജ്, ടെസി വിൽസൺ, മറ്റത്തൂർ പഞ്ചായത്ത് അംഗം ഷൈനി ബാബു, സ്റ്റാഫ് പ്രതിനിധി VK മിനി എന്നിവർ പ്രസംഗിച്ചു. കർമ്മ നീതി ലാബിൽ എല്ലാ ലാബ് ടെസ്റ്റുകളും മിതമായ നിരക്കിൽ കൃത്യതയോടും സൂക്ഷ്മതയോടും ചെയ്തു കൊടുക്കുന്നു. ബേസിക് ഹെൽത്ത് പാക്കേജ് 199 രൂപ, മിനി ഹെൽത്ത് പാക്കേജ് 299 രൂപ, ഡയബറ്റിക് പാക്കേജ് 399 രൂപ, തൈറോയിഡ് പാക്കേജ് 199 രൂപ, കംപ്ലീറ്റ് ഹെൽത്ത് പാക്കേജ് 999 രൂപ നിരക്കിൽ ലഭ്യമാണ്. പ്രവർത്തന സമയം രാവിലെ 7 മുതൽ വൈകിട്ട് 5 വരെ. എല്ലാ പരിശോധനകൾക്കും 50% വരെ ഇളവ്. നമ്മുടെ കൊടകര ബ്ലോക്ക് പഞ്ചായത്തിന്റെ നേതൃത്വത്തിലുള്ള പുതുക്കാട് താലൂക്ക് ആശുപത്രി കോമ്പൗണ്ടിനകത്ത് കഴിഞ്ഞ 25 വർഷമായി കർമ്മ എന്ന ഒരു സഹകരണ സ്ഥാപനം, അതിപ്പോൾ അവിടെ വളരെ വിജയകരമായി അതിൻ്റെ പ്രവർത്തനം ആശുപത്രി കോമ്പൗണ്ടിലുള്ള നടക്കുക. 98 സഹകരണ രജിസ്ട്രേഷൻ മൂലം രൂപീകരിക്കപ്പെട്ട കർമ്മ എന്ന സ്ഥാപനം ഇന്ന് 1/4 നൂറ്റാണ്ട് പിന്നിട്ട് അതിന്റെ രജത ജൂബിലി ആഘോഷിക്കുകയാണ്. 2000 കാലയളവിൽ ജനകീയാസൂത്രണ പ്രസ്ഥാനത്തിന്റെ നേതൃത്വത്തിൽ ഒരു നൂതന പദ്ധതിക്ക് തുടക്കം കുറിച്ചു കഴിഞ്ഞിട്ടുള്ളതാണ് കർമ്മ. ഇവിടെ അവിട്ടപ്പള്ളിയിൽ തുടങ്ങുമ്പോൾ നമുക്കറിയാം, ഇവിടുത്തെ അടുത്ത്
താമസിക്കുന്ന നിങ്ങൾക്ക് ഏവർക്കുമാണ് ഇത് ഏറ്റവും ഉപകാരപ്രദമാകുന്നത്. നമുക്ക് എല്ലാവർക്കും അറിയുന്ന പോലെ കർമ്മ ഇതിന്റെ പുതിയ സംരംഭം അവിട്ടപ്പള്ളിയിൽ നടക്കുകയും 7 പഞ്ചായത്തുകളിലെയും ഈ സംരംഭം അതിന്റെ പുതിയ ബ്രാഞ്ചുകൾ തുടങ്ങാൻ സാധിക്കട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഏറ്റവും ഒരു പുരോഗതിയിലേക്ക് ഉയർന്നുകൊണ്ടിരിക്കുന്ന നമ്മുടെ അവിട്ടപ്പള്ളിയെ ഒന്നും കൂടെ തിരകച്ചാർത്തണിയിക്കാൻ വേണ്ടി കൊടകര ബ്ലോക്ക് പഞ്ചായത്ത് ഒരുക്കിയ ഈ സംരംഭം 99 മുതൽ പ്രവർത്തനം ആരംഭിച്ചു. അപ്പോൾ അവരുടെ പ്രവർത്തന മികവിൻ്റെ ഓരോ ഘട്ടങ്ങൾ കഴിയുന്തോറും കൂടുതൽ കേന്ദ്രങ്ങൾ ഇതേപോലെ തുറന്നു വരികയാണ്. മുഖ്യ ഘടകങ്ങളായി ക്ഷണിക്കപ്പെട്ടിട്ടുള്ള വ്യക്തികളെ എല്ലാവർക്കും പ്രത്യേകം വ്യക്തികളെ തിരിച്ചു പറയുന്നില്ല. എല്ലാവർക്കും പ്രത്യേകം നന്ദി പറയുന്നു. കർമ്മ നീതി ലാബ് ഗവൺമെന്റ് LP സ്കൂളിന് സമീപം അവിട്ടപ്പള്ളി. ഫോൺ 8289894481. സഹോദര സ്ഥാപനം കർമ്മ നീതി മെഡിക്കൽസ് പുതുക്കാട് കോടാലി. കർമ്മ നീതി ലാബ് പുതുക്കാട്. തൃശൂരിൽ വീണ്ടും പോലീസിന്റെ ലഹരിവേട്ട. ദേശീയപാത നടത്തറയിൽ 103 ഗ്രാം MDMA-യുമായി കുന്നംകുളം കാണിപ്പയ്യൂർ സ്വദേശി വിഷ്ണു, അടപ്പൂട്ടി സ്വദേശി ശരത് എന്നിവർ പിടിയിലായി. സിറ്റി ഡാൻസ് ഓഫ് സംഘവും ഒല്ലൂർ പോലീസും ചേർന്നാണ് പ്രതികളെ പിടികൂടിയത്. ബാംഗ്ലൂരിൽ നിന്നും കുന്നംകുളത്തേക്ക് വിൽപ്പനയ്ക്കായി കൊണ്ടുവന്നിരുന്ന മയക്കുമരുന്നാണ് പിടികൂടിയത്. 50 ഗ്രാം MDMA-യുമായി ഞായറാഴ്ച ഇളംതുരുത്തിയിൽ നിന്ന് മറ്റൊരു യുവാവിനെ പോലീസ് പിടികൂടിയിരുന്നു. വയനാടിന് കൈത്താങ്ങായി മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് പണം കൈമാറി കർമ്മനീതി ലാബ്. ലാബിന്റെ നേതൃത്വത്തിൽ സമാഹരിച്ച 10,000 രൂപ കർമ്മ പ്രസിഡന്റ് MR രഞ്ജിത്ത് KK രാമചന്ദ്രൻ MLA-ക്ക് കൈമാറി. വിവാഹ ദിനത്തിൽ വയനാടിന് കൈത്താങ്ങായി മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് 20,000 രൂപ നൽകി ദമ്പതികൾ. CPM വെണ്ടോർ സെന്റർ ബ്രാഞ്ച് അംഗം പൊള്ളിപ്പറമ്പിൽ ആൻഡ്രു ഷീബ ദമ്പതികളുടെ മകൾ സോനയും വരൻ റിയോയും ചേർന്ന് KK രാമചന്ദ്രൻ MLA-ക്ക് പണം കൈമാറി. ഈ ഭൂമികയിലൂടെ എന്ന കഥാസമാഹാരം രചിച്ച കഥാകാരി അവിട്ടപ്പള്ളി സ്വദേശി സന്ധ്യാധർമ്മനെ KK രാമചന്ദ്രൻ MLA വീട്ടിലെത്തി അനുമോദിച്ചു. കഥാസമാഹാരം ആദ്യഘട്ടത്തിൽ വിറ്റ് ലഭിച്ച 5,001 രൂപ സന്ധ്യ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്കായി MLA-ക്ക് കൈമാറി. പണിക്കശ്ശേരി ധർമ്മനാണ് ഭർത്താവ്. വയനാട്ടിലെ ദുരിതബാധിതർക്ക് വീട് വെച്ച് നൽകുന്നതിനായി കാറ്ററിംഗ് ജോലി ഏറ്റെടുത്ത് നെന്മണിക്കര മേഖലയിലെ DYFI പ്രവർത്തകർ. മേഖലാ സെക്രട്ടറി രമ്യ ശ്രീനാഥ്, പ്രസിഡന്റ് VA റോഷൻ എന്നിവർ നേതൃത്വം നൽകി. DYFI ബ്ലോക്ക് കമ്മിറ്റിക്ക് പണം കൈമാറി. വയനാടിനായി വെള്ളിക്കുളങ്ങര റെഡ് എലമെന്റ്സ് ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ് പ്രവർത്തകർ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് 11,000 രൂപ കൈമാറി. ട്രഷറർ അൽത്താഫ്, ജോയിന്റ് സെക്രട്ടറി അനന്തു K ഷാജു, ജോയിന്റ് പ്രസിഡന്റ് അൻവർ, എക്സിക്യൂട്ടീവ് അംഗങ്ങളായ അശ്വിൻ, വിവൽ, ആദർശ് എന്നിവർ സന്നിഹിതരായി. PKS നന്ദിപുലം ലോക്കൽ സമ്മേളനം സംഘടിപ്പിച്ചു. ജില്ലാ കമ്മിറ്റി അംഗം മിനി രാമകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. ലോക്കൽ കമ്മിറ്റി പ്രസിഡന്റ് PS രാജു അധ്യക്ഷത വഹിച്ചു. ഏരിയ കമ്മിറ്റി അംഗം KK ഷാജു, ലോക്കൽ സെക്രട്ടറി MK ശിവദാസൻ, ഏരിയ സെക്രട്ടറി PK കൃഷ്ണൻകുട്ടി, ഏരിയ പ്രസിഡന്റ് PV മണി, MK ബാബു, ബിനീഷ്, വിശാഖ് എന്നിവർ പ്രസംഗിച്ചു. തിരഞ്ഞെടുപ്പിൽ പ്രസിഡന്റായി PS രാജു, സെക്രട്ടറിയായി MK ശിവദാസ്, ട്രഷററായി MK ചന്ദ്രൻ എന്നിവരെ തിരഞ്ഞെടുത്തു. വയനാട് ദുരിതബാധിതർക്കായി AIYF വരാക്കര മേഖലാ കമ്മിറ്റി സമാഹരിച്ച പണം റവന്യൂ മന്ത്രി K രാജന് കൈമാറി. AIYF സംസ്ഥാന കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ 10 വീടുകൾ നിർമ്മിച്ചു നൽകുന്ന പദ്ധതിയുടെ ഭാഗമായി വരാക്കര മേഖലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച ബിരിയാണി ചലഞ്ചിൽ നിന്നുമാണ് പണം സമാഹരിച്ചത്. KK രാമചന്ദ്രൻ MLA, ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് VS പ്രിൻസ്, AIYF സംസ്ഥാന കമ്മിറ്റി അംഗം VK വിനീഷ്, CPI ലോക്കൽ സെക്രട്ടറി VK അനീഷ്, അസിസ്റ്റന്റ് സെക്രട്ടറി രാജൻ, AIYF മണ്ഡലം പ്രസിഡന്റ് VR രബീഷ്, മേഖലാ സെക്രട്ടറി PU ഹരികൃഷ്ണൻ,
പ്രസിഡന്റ് KS മിഥുൻ, കേരള മഹിളാ സംഘം മണ്ഡലം സെക്രട്ടറി രാജി രാജൻ, AIYF മണ്ഡലം കമ്മിറ്റി അംഗങ്ങളായ NU മോഹൻദാസ്, അശ്വതി പ്രവീൺ, CPI കാളക്കല്ല് ബ്രാഞ്ച് അംഗം പ്രവീൺ എന്നിവർ സന്നിഹിതരായി. കേരള വിഷൻ നെക്സസ് വിദ്യാഭ്യാസ പുരസ്കാര വിതരണം ബുധനാഴ്ച ഉച്ചയ്ക്ക് 2-ന് പുതുക്കാട് ഹോളിഡേ പാർക്ക് റെസിഡൻസിയിൽ വെച്ച് നടത്തും. റവന്യൂ മന്ത്രി K. രാജൻ ഉദ്ഘാടനം നിർവഹിക്കും. MLA-മാരായ KK രാമചന്ദ്രൻ, TJ സനീഷ് കുമാർ, ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് VS പ്രിൻസ്, പുതുക്കാട് പഞ്ചായത്ത് പ്രസിഡന്റ് KM ബാബുരാജ്, പഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷൻ സെബി കൊടിയൻ എന്നിവരും COA, KCCL, കേരള വിഷൻ പ്രതിനിധികളും പങ്കെടുക്കും. 1 മണിക്ക് സ്റ്റുഡന്റ് രജിസ്ട്രേഷൻ ആരംഭിക്കും. സേവാഭാരതി നെന്മണിക്കര ശാഖയുടെ നേതൃത്വത്തിൽ ആമ്പല്ലൂർ നെന്മണിക്കര ശ്രീ മഹാദേവ ക്ഷേത്ര റോഡ് ശുചീകരിച്ചു. മനോജ്, രാമൻകുട്ടി, സജീവ്, സച്ചിൻ, സന്ദീപ്, രാജേഷ് എന്നിവർ നേതൃത്വം നൽകി. മട്ടത്തൂർ വെള്ളിക്കുളങ്ങര മൾട്ടിപർപ്പസ് സഹകരണ സംഘത്തിന്റെ 13ാമത് വാർഷിക പൊതുയോഗവും ഉമ്മൻചാണ്ടി എക്സലൻസ് അവാർഡ് വിതരണവും സംഘടിപ്പിച്ചു. സനീഷ് കുമാർ ജോസഫ് MLA ഉദ്ഘാടനം ചെയ്തു. സംഘം പ്രസിഡന്റ് ഗോപാലകൃഷ്ണൻ മടപ്പാട്ട് അധ്യക്ഷത വഹിച്ചു. വിവിധ പരീക്ഷകളിൽ ഉന്നത വിജയം കരസ്ഥമാക്കിയവർക്ക് MLA ക്യാഷ് അവാർഡും മെമന്റോയും സമ്മാനിച്ചു. വിജയൻ വിട്ടിയെട്ടിൽ, മുഹമ്മദ് ഷാഫി കല്ലൂപ്പറമ്പിൽ, മട്ടത്തൂർ പഞ്ചായത്ത് അംഗങ്ങളായ KS സൂരജ്, ശിവരാമൻ പോതിയിൽ, സംഘം സെക്രട്ടറി സ്മിത ഷാജു, NP ഓനച്ചൻ, ലിഷ ഉണ്ണികൃഷ്ണൻ, സൗമി ഉണ്ണി, ദേവസി മഞ്ഞൂക്കാരൻ, CP അമ്മണി, ജോഷി മഞ്ഞളി എന്നിവർ പ്രസംഗിച്ചു. മരണശേഷം കണ്ണുകൾ ദാനം ചെയ്ത് വരന്തരപ്പള്ളി പള്ളിക്കുന്ന് സ്വദേശികൾ. പള്ളിക്കുന്ന് മഞ്ഞളി പിണ്ടിയാൻ 78 വയസ്സുള്ള ഔസേബ്, ചിറമ്മൽ പോൾ ഭാര്യ 77 വയസ്സുള്ള അമ്മിണി എന്നിവരാണ് മരണശേഷം 2 പേർക്ക് വെളിച്ചം പകരുന്നത്. ശനിയാഴ്ചയാണ് ഇരുവരും മരിച്ചത്. വരന്തരപ്പള്ളി സൊസൈറ്റി ഓഫ് സെന്റ് ഡി പോളിന്റെ നേതൃത്വത്തിൽ അങ്കമാലി ലിറ്റിൽ ഫ്ലവർ ആശുപത്രിയിലേക്ക് കണ്ണുകൾ കൈമാറി. കാലാവസ്ഥ. കൂടിയ താപനില 30 ഡിഗ്രി സെൽഷ്യസ്, കുറഞ്ഞ താപനില 24 ഡിഗ്രി സെൽഷ്യസ് രേഖപ്പെടുത്തി. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ ഔട്ട് സ്റ്റേഷൻ സെന്ററായ CCSIT പുതുക്കാടിൽ BSc IT, MCA എന്നീ കോഴ്സുകളിൽ ഒഴിവുള്ള ഏതാനും സീറ്റുകളിലേക്ക് സ്പോട്ട് അഡ്മിഷൻ നടത്തുന്നു. +2-വിൽ IT കമ്പ്യൂട്ടർ സയൻസ് അല്ലെങ്കിൽ മാത്തമാറ്റിക്സ് ഒരു വിഷയമായി പഠിച്ച +2 ആണ് BSc ITയുടെ യോഗ്യത. BSc കമ്പ്യൂട്ടർ സയൻസ്, IT, BCA അല്ലെങ്കിൽ +2 തലത്തിൽ മാത്തമാറ്റിക്സ് ഒരു വിഷയമായി പഠിച്ച ഏതെങ്കിലും ഒരു ഡിഗ്രിയാണ് MCAയുടെ യോഗ്യത. ശനിയാഴ്ചയാണ് അവസാന തീയതി. SC, ST, OBC വിഭാഗങ്ങൾക്ക് മുഴുവൻ ഫീസ് അളവും ലഭിക്കും. കൂടുതൽ വിവരങ്ങൾക്ക് 0427515888 999581441. മറ്റൊരു നമ്പർ കൂടി 9048584865 9446762845 എന്ന നമ്പറുകളിൽ ബന്ധപ്പെടുക. നടത്തറ ഗവൺമെന്റ് ITIയിൽ 1 വർഷത്തെ NCVT അംഗീകൃത കോഴ്സുകളിലെ ഒഴിവുള്ള സീറ്റുകളിലേക്ക് SC, ST പൊതുവിഭാഗക്കായി സെപ്റ്റംബർ 10-ന് സ്പോട്ട് അഡ്മിഷൻ നടത്തും. ഫോൺ 9497366243. മറ്റൊരു നമ്പർ 9895254648. ജില്ലാ പോലീസ് കംപ്ലൈന്റ് അതോറിറ്റിയുടെ സിറ്റിംഗ് സെപ്റ്റംബർ 2, 3, 4 തീയതികളിലായി രാവിലെ 11-ന് തൃശൂർ കളക്ടറേറ്റിൽ നടക്കും. സ്വർണ്ണവില. സ്വർണം ഗ്രാമിന് 6695 രൂപയും പവന് 53,560 രൂപയും രേഖപ്പെടുത്തി. നന്ദിപുലം കല്ലറയ്ക്കൽ ആറ്റ്ലി അന്തരിച്ചു. 64 വയസ്സായിരുന്നു. സംസ്കാരം നടത്തി. ജെസ്സിയാണ് ഭാര്യ. റെക്സി, ഹിമ, ഗ്രീഷ്മ എന്നിവർ മക്കളും. അജിഷ്, ബിനു, ജിബി എന്നിവർ മരുമക്കളുമാണ്. പ്രധാന വാർത്തകൾ വീണ്ടും. ബ്ലൂ സ്റ്റാർ ബ്രാൻഡഡ് ഷോറൂമിനൊപ്പം കിച്ചൺ അപ്ലയൻസുകളുമായി ആക്റ്റീവ് അറ്റ് ഹോം മൊബൈൽ ഫോൺ സെയിൽസ് ആൻഡ് സർവീസിംഗിനായി പ്രത്യേക വിഭാഗം. ആക്റ്റീവ് അറ്റ് ഹോം, NH പുതുക്കാട്. വീതികളെ അമ്പാടിയാക്കി ശ്രീകൃഷ്ണ ജയന്തി ആഘോഷം. ഗ്രാമനഗര വ്യത്യാസങ്ങളില്ലാതെ വർണ്ണാഭമായ ശോഭയാത്രകളാണ് നാടെങ്ങും ഒരുക്കിയത്. തൃശൂരിൽ വീണ്ടും പോലീസിന്റെ ലഹരിവേട്ട. 103 ഗ്രാം MDMA-യുമായി യുവാക്കൾ പിടിയിൽ.
പീച്ചി ഡാം തുറന്നുവിട്ടതോടെ കഴിഞ്ഞ മാസം നെന്മണിക്കര, ആമ്പല്ലൂർ, തൃക്കൂർ, പുതുക്കാട് എന്നിവിടങ്ങളിൽ ഉണ്ടായ പ്രളയം വീണ്ടും ഉണ്ടാകാതിരിക്കാൻ അധികൃതർ നടപടി സ്വീകരിക്കണമെന്ന് നെന്മണിക്കര സ്വരാജ് ദർശനവേദി ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ ആവശ്യപ്പെട്ടു. PKS നന്ദിപുരം ലോക്കൽ സമ്മേളനം സംഘടിപ്പിച്ചു. ജില്ലാ കമ്മിറ്റി അംഗം മിനി രാമകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. പുതുക്കാട് മേഖലയിലെ പ്രധാന സംഭവങ്ങളുടെ വാർത്താ ക്ലിപ്പുകളും ഡെയിലി ന്യൂസും NCTV ന്യൂസ് എന്ന യൂട്യൂബ് ചാനലിൽ ലഭ്യമാണ്. ന്യൂസ് ബുള്ളറ്റിന്റെ പ്രീമിയർ സംപ്രേഷണം എല്ലാ ദിവസവും രാത്രി 10-ന്. പുതുക്കാട് നിയോജക മണ്ഡലം, കൊടകര ബ്ലോക്ക് പഞ്ചായത്തുകളിലെ സമഗ്ര വാർത്തകൾ അറിയാൻ NCTV ന്യൂസ് എന്ന യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നമസ്കാരം.